ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലൈസൻസ് ഇല്ലേ റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാണ്ടല്ലോ ചേട്ടാ ഉണ്ടാവൂല. പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ അവരൊരു ഫ്ലൈറ്റിന്റെ മറ്റേ വീല് താഴൂലേ അവിടെ നിന്ന് ഒരു വണ്ടി നിർത്തി കഴിഞ്ഞില്ലേ ഇവിടെ നിന്ന് 2 കാലം താഴും. പിന്നെ ഇത് മൊത്തം ഒരഞ്ഞ ഒരു ദിവസം സാധനം ഓടിച്ച സമയത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നീ പണിയാന്ന് ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. ഞാൻ ഓടിച്ചാലോ? പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബസ്സിന്റെ ബോഡി അതൊരു കാലം പോലെയാ. നിങ്ങൾ വോൾവോ കയറി ആരെങ്കിലും മരിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? സൈഡ് വീല് കയറിയിട്ട് ആരെങ്കിലും മരിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു കല്ലുമ്മ കയറി ഇപ്പൊ ഒരു റൈറ്റ് ട്രാക്കിൽ കൂടെയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ പോണവൻ ഒരു ബൈക്ക് പോണവന്റെ കാലുമ്മ അല്ലെങ്കിൽ ഒരു കല്ലുമ്മ കയറി വണ്ടി സ്കിഡായാലും മറിഞ്ഞ് വീണാ എങ്ങോട്ട് പോവും? വണ്ടിയുടെ അടിയിലോട്ട് പോകും. ഡ്രൈവർ അതൊക്കെ കഴിയുമ്പോഴേക്കും അറിയാം. ഒരു ചാട്ടം ചാടുമ്പോൾ അങ്ങനെ ഒരു ചാട്ടത്തിനുള്ള വകുപ്പ് ഉണ്ടായില്ല അവിടെ എന്ന് വിചാരിക്കും. എല്ലാവരുടെയൊക്കെ മിററൊക്കെ ഇരിക്കണ ഇങ്ങനെ മടക്കി തിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെ ഓടിക്കണമെങ്കിൽ പിടുത്തം കിട്ടണേടാ. വേറെ പണിയൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഓടിക്കാൻ ശരിക്കും പറഞ്ഞ ഈ ഓട്ടോറിക്ഷ ബസ് ഓടിക്കാൻ വേണ്ടി ഒരു ഗതിയില്ലാത്ത വണ്ടി ഓടിക്കാൻ വേണ്ടി അകത്തെ കണ്ണാടി 2 കണ്ണാടിയും വേണം. അതിലാണ് എനിക്ക് ഓടിക്കാൻ പോകും. ഇതൊന്നും ഇല്ലാണ്ട് ഒറ്റ വെട്ടിക്കല റൈറ്റിലോട്ട് നമ്മ ഇത്രയും വലിയ സാധനം വന്നൊരു കാണുന്നില്ല. പിന്നെ മെയിൻ സംഭവം കാരണത്തിന് പെണ്ണുണ്ടെങ്കിൽ അതിനായിട്ട് വർത്താനം പറഞ്ഞ് ചിരിച്ചും കളിച്ച് അപ്പൊ നമ്മൾ ഫോണടിക്കും. ഒരു ദേഷ്യം കുറെ നേരം ഫോണടിക്കും. അവൻ അങ്ങനെ പോകണം. അപ്പൊ അവളും പറയാ പോട്ടെ. അവര് ചിരിയും കളിയേക്കില്ല. ഇവളുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി ഇവൻ കൊണ്ട് ചവിട്ടി തരും. പിന്നെ കുറച്ച് കാലോട്ട് തരും. പിന്നെയും ചവിട്ടി തരും. ഇതൊക്കെ ഒരു 5-6 ചവിട്ട് കഴിയുമ്പോ 6ാമത്തെ തവണ ചവിട്ടിയാൽ നിൽക്കില്ല വണ്ടി. നമ്മൾ ചിലപ്പോ ഇടിച്ചു മോശമാണെന്ന് വെച്ചിട്ട് അത്രയും നമുക്ക് പ്രാന്ത് പിടിക്കുന്നു അല്ലേ. ഈ ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ? ഹെൽമെറ്റ് വെക്കുന്നതിന് ഒന്നും കേൾക്കൂലേ. ടൈറ്റുള്ള ഹെൽമെറ്റ് ഇതിന്റെ ഇടയിൽ ഫോണും കയറ്റി വിടും. ഫോണും വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചെടുക്കാം അത് എന്നൊക്കെ പറഞ്ഞ് വണ്ടി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ ഇവരറിയാനുള്ള. നമ്മൾ ബസ്സിന്റെ ലെഫ്റ്റ് കൂടെ ഓവർടേക്കാണ്. നമ്മൾ കറക്റ്റ് മൈൻഡ് ആണെങ്കിലാ കയറി ചെല്ലാൻ നോക്കും. ഫോൺ ചെയ്ത് വർത്താനം പറഞ്ഞാൽ ഓളത്തിലാ പോണ്. ഓളത്തിൽ പോകുന്ന ബസ്സിന്റെ കവളില്ലേ ഇത്രയും പച്ചക്കറികൾ ശ്രദ്ധിക്കണം അല്ല. ഇപ്പൊ നേരെ ഇപ്പൊ മറ്റേ കളമശ്ശേരി അപകടങ്ങളില്ലേ സുഖീകാരന്മാര് അല്ല വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത്ര ഇതില് ബൈക്ക് പോയിക്കൊണ്ടിരിക്കണേ. അവനെ കേരള വഴി കൊണ്ട് നമുക്ക് കയറി ചെന്ന് ഇയാളെന്തോ നോക്കി പയ്യ റൈറ്റോട്ട് വണ്ടി ഇങ്ങനെ ആഞ്ഞു പോയതാണ് സംഭവം. കവളത്ത് തട്ടി നേരെ വീട്ടിലടിയോട്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പണ്ട് എടപ്പള്ളിയിൽ ഒരു പെണ്ണ് മരിച്ചത് അതിന്റെ ഉണ്ടാവുന്നത്. അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2 ട്രാക്കാണ് അവിടെ. ബസ് നടുക്കൂടെ തന്നെ. ഈ പെണ്ണിന് നേരെ ഇറങ്ങിയിട്ട് നമ്മളൊക്കെ പറ്റ പിടിച്ച് ചെയ്യുള്ളൂ. നേരെ ട്രെയിലർ വളക്കണ പോലെ ബസ് നടുക്കെത്തി. അവിടെ നിന്ന് അത് ചെയ്യാൻ നോക്കിയത്. നേരെ ബസ് ചവിട്ടി ഇത്രയും വലിയ സാധനം പിടിവിട്ട് വന്നില്ല. ചവിട്ടിക്ക് തന്നെ കിട്ടൂല. ചില ആൾക്കാരുണ്ട് കയറുമ്പോ ഒന്നും നോക്കൂല. ഒന്നും നോക്കാണ്ട് നിൽക്കും. ബസ് നിൽക്കും. പക്ഷെ യാത്രക്കാർ എത്ര പേരുണ്ട് അത്രയും പേരുടെ പല്ലും തലയൊക്കെ പോവും. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ഗ്ലാസും കുളിച്ച് കൊടുത്തെത്തും. സിഗ്നലാവുമ്പോ വണ്ടി കൈകാര്യം ചെയ്യാം. അപ്പൊ നല്ലവരെ കയറുന്നുണ്ട് അവർ ചവിട്ടി നിർത്തി കൊടുക്കും. അപ്പൊ നമ്മള് ബാക്കിലോട്ട് സമയത്ത് ആൾക്കാർ കിടന്ന് വെടാപ്പാട് പറഞ്ഞേ ഈ ആൾക്കാരൊക്കെ കടന്ന് തീരുമ്പോഴേക്കും ചേച്ചി ഇവിടുന്ന് ഒരു വണ്ടിയില്ലേ നമ്മളിപ്പോ അവിടെ നിന്ന് ഇവിടം വരെ വന്നു ഇത്രയും ദൂരം അതേപോലെ റിവേഴ്സ് പോകുമ്പോ നടക്കുന്നത് പോകുന്നു പറ്റൂല. നമുക്ക് ഓടിച്ചു. അല്ലാണ്ട് ലൈസൻസ് എടുത്ത് ഇത്ര വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെടുത്ത് ഒരു ഇടവഴിയോട് കയറാൻ പറയും. വളർത്തിരിക്കുന്ന ഇടവഴി അച്ഛൻ്റെ അതേപോലെ പറ്റൂല. രാവിലെയും ചിലപ്പോ ഇവിടെ ജില്ല ബ്ലോക്ക് ആവും. ഞാനിപ്പോ വെല്ലുവിളിച്ച് എല്ലാ ദിവസവും ഇപ്പം എന്നെ കാണുന്നത് മറ്റേ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാന്മാരില്ലേ അവരൊക്കെ എന്നെ കാണുമ്പോൾ അവനോട് ഇരിപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട നമുക്ക് അപ്പുറത്തെ കടയിൽ പോവാം അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് വേറെ ഓപ്പോസിറ്റ് ആയിരിക്കാം. എന്താണെന്നറിയോ ഞാൻ സ്ഥിരം ചോദിക്കണം ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് ഡ്രൈവിംഗ് ഓടിക്കുന്നവരാ നിങ്ങൾ കൊച്ചി സിറ്റിയിൽ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊച്ചി സിറ്റിക്കകത്തും കൂടി വണ്ടി ഓടിച്ചവൻ ലോകത്ത് എവിടെയും ചെന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. അതേസമയം ഇടുക്കിയിൽ നിന്ന് മലമുകളിൽ വണ്ടി ഓടിച്ചവന് സിറ്റിയിൽ വന്ന് വിടാൻ പറ്റില്ല. നമുക്ക് മലമുകളിലും കയറാം എവിടെയും പോകാൻ പറ്റാം. അതാണ് അതിൻ്റെ പ്രത്യേകത. നോർത്ത് മേൽപ്പാലത്തിൽ ചേസ് നടത്തിയിട്ട് ബസ് ചെറിയ പാലമുണ്ടത്. ഇപ്പോഴല്ലേ നിങ്ങൾ ഈ പുതിയ പാലത്തിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പഴയ ഒരു ചെറിയ പാലമുണ്ട്. ബൈക്കും കാറും മാത്രമേ പോവുള്ളൂ. കാറ് കഷ്ടിയേ പോവുള്ളൂ. ആ പാലത്തിൽ കൂടെ ബസ് ഓടിച്ചിട്ടുണ്ട്. 2008 മുതൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാഹന അപകടം ഉണ്ടാവുന്നതും മരണപ്പെടുന്നത്. ഇന്ത്യയിൽ കേരളത്തിലാണ്. ഒരു വർഷം അപകടം ഉണ്ടാവുന്ന 25,000 വാഹനങ്ങളും 6,000 മുതൽ 5,000 വരെയുള്ള കണക്കിൽ ആളുകൾ മരണപ്പെടുന്നു. കുഴികളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്.
ഇതിൽ നിന്ന് കിഡ്നി കച്ചവടം, ഇൻഷുറൻസ് തട്ടിപ്പ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ എനിക്കറിയാവുന്ന പല കോടതികളിലായിട്ട് പല കേസുകളും നിൽപ്പുണ്ട് ഇൻഷുറൻസ് തട്ടിപ്പ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ട് ഓഫ് ദ ഡീഡാണ് ഇവിടെ നടക്കണം. അപ്പോൾ ഉദ്യോഗസ്ഥന് കിട്ടും, എല്ലാവർക്കും ഇതിൻ്റെ പങ്കുണ്ട്. ഇനി ഇപ്പം ഞാൻ റോഡിൽ വീണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയും, ദേ മോൻ ഇത്രയും നാളൊക്കെ ജീവിച്ചല്ലേ, ഇനി ബാക്കിയുള്ളവൻ അവൻ്റെ ഹൃദയം കൊണ്ട് കൊടുത്താലോ, ആ കരൾ നമുക്ക് അവിടെ തന്നെ കൊടുത്താലോ, അവനൊരു അയ്യോഭാവം കൊടുത്താലോ. ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന കച്ചവടങ്ങൾ വേറെ. എന്നിട്ട് മലയാള മനോരമയിലും മറ്റേ മാതൃഭൂമിയിലൊക്കെ റോഡിൽ അടിയന്തര സാഹചര്യത്തിൽ മരണപ്പെട്ട് ഇന്ന ഭാഗം ഇന്നവർക്കൊക്കെ അവയവദാനം നടത്തി അത് പ്രമോഷൻ ചെയ്തോ. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ചട്ടം. പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്, അത് രഹസ്യമായിട്ട് ചെയ്യണം. ഇന്നത്തെ ടോപ്പിക് എന്താ? ബസ്സുകാരുടെ കയ്യിലിരിപ്പ്. കയ്യിലിരിപ്പ് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൂടെ കേൾക്കണം. എന്താ നിങ്ങളുടെ ജീവിതം? ജീവിതം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഈ ആൾക്കാരെ കിട്ടിയിട്ടും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കുറച്ചൊക്കെ ഞങ്ങളുടെ അവസ്ഥയെ മനസ്സിലാക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേളിൽ കയറിയിരുന്ന് ഒരു ദിവസം കാറിൽ പോണവരൊക്കെ ഒരു ദിവസം സാധനം ഓടിച്ച സമയത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നീ പണിയാന്ന് ഉറപ്പിക്കാം. അല്ലാണ്ട് ഇത് ഓടിച്ച് ശീലാത്തവര് ഒന്നും ഞാൻ വേറെ സൈഡ് സീറ്റിൽ ഒന്നിരിക്കുക, നമ്മുടെ സമയം കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു മനസ്സിലാക്കാം. നമ്മൾ ഈ സാധനം സമയത്ത് എത്തുന്ന എന്താന്നുള്ളത് അവരിത് നോക്കുക. ഞങ്ങൾ ഒരു വണ്ടീനെ കയറാൻ വേണ്ടി എന്തോരം പെടാപ്പാടെ വരണം എന്നുള്ളത് സൈഡ് സീറ്റിൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം സംഭവം മുമ്പിൽ ശരിക്കും പറഞ്ഞ ഈ നമ്മുടെ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താ പ്രത്യേകത? അവർക്ക് എന്തും ചെയ്യാലോ. അവർക്ക് എന്തും ചെയ്യാം. അടുത്തു കൂടി പോണ ആ ബൈക്കുകാരനില്ലേ, ഒരു ബൈക്കുകാരൻ അതിൻ്റെ സൈഡിൽ കൂടെ പോകണമെങ്കിൽ ആ വണ്ടി അവൻ്റെ കാലനാ, അറിയാവോ? നിങ്ങൾ റൈറ്റ് കയറിയാലും റൈറ്റ് കയറിയില്ലെങ്കിലും ആ ബസ്സിന്റെ ബോഡി അതൊരു കാലൻ പോലെയാ. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നിങ്ങൾ വോൾവോ കയറി ആരെങ്കിലും മരിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? സൈഡ് വീല് കയറിയിട്ട് ആരെങ്കിലും മരിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? അടിയോട്ട് പോവില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബസ്, ലോറി, ഇതിന്റെ ബോഡി നിർമ്മിച്ചേക്കണത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, എപ്പോഴും ഹൈറ്റ് കൂടുതല. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു കല്ലുമ്മ കയറി, ഇപ്പോൾ ഒരു റൈറ്റ് ട്രാക്കിൽ കൂടെയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ പോണവൻ, ഒരു ബൈക്ക് പോണവൻ്റെ കാലുമ്മക്ക് അല്ലെങ്കിൽ ഒരു കല്ലുമ്മ കയറി വണ്ടി സ്കിഡായാലും മറിഞ്ഞ് വീണാൽ എങ്ങോട്ട് പോവും? വണ്ടിയുടെ അടിയിലോട്ട് പോകും. ഡ്രൈവർ അതൊക്കെ കഴിയുമ്പോഴേക്കും അറിയാം. ഒരു ചാട്ടം ചാടുമ്പോൾ അങ്ങനെ ഒരു ചാട്ടത്തിനുള്ള വകുപ്പ് ഉണ്ടായില്ല അവിടെ എന്ന് വിചാരിക്കും. ആക്ച്വലി അത്രയും വലിയ മിസ്റ്റേക്കാണ് നമ്മുടെ ബോഡി നിർമ്മാണ മേഖലയിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള ബസ്സുകൾ കൊച്ചി സിറ്റിക്കകത്തോട്ട് സിറ്റി ഡ്രൈവിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ബോഡി ഡിസൈഡ് ചെയ്ത് ഇറക്കണം. കാരണം നിങ്ങൾ കൊച്ചി സിറ്റിക്കകത്തുള്ള റോഡിൽ എവിടെയെങ്കിലും ഹമ്പ് ഉണ്ട് കേട്ടോ ചേട്ടാ? നമുക്ക് അങ്ങനെ അല്ല ആക്കിക്കാൻ പ്രശ്നം അറിയോ? നമ്മുടെ ഇവിടുത്തെ റോഡുകളിലില്ലേ ഈ അടിയൊക്കെ തട്ടി പോവും വണ്ടി. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും ഹമ്പ് കണ്ടിട്ടുണ്ടോ? ഈ കൊച്ചി സിറ്റിക്കകത്ത് എവിടെയെങ്കിലും, സിറ്റിക്കകത്തുള്ള റോഡിൽ നിങ്ങൾ എവിടെയെങ്കിലും ഹമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ എവിടെയുണ്ട് ചാടി അടിക്കണത്? അത് തോന്നൽ മാത്രമാണ്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ഓടിക്കുന്നു. അതാണിത്. ഇത് ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. കാരണം അതൊരു തെറ്റാണ്. അതായത് എപ്പോഴും നമ്മൾ വിചാരിക്കും എന്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബൈക്കിൻ്റെ പുറത്തൊക്കെ ചെത്തി പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഇത്രയുള്ളൊരു കല്ലുമ്മ കയറിയാൽ മറിഞ്ഞടിച്ച് താഴ്ത്തു വീണാൽ ഈ ബൈക്കാർ ശ്രദ്ധിക്കണമെന്ന് അറിയോ? എപ്പോഴും ഇവര് രണ്ട് മിററില്ലേ, എപ്പോഴും നമ്മൾ മുമ്പോട്ട് നോക്കാൻ ഓടിച്ചിട്ടില്ല. പുറയിൽ എന്താ അറിയണ്ടേ? പുറകെ ചിലപ്പോൾ വന്നോ പിടിവിട്ടോ ബ്രേക്കിന്റെ ചിലപ്പോൾ പൊട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വന്നത്. അല്ല നമ്മളെ ഞാനെ കുടിക്കുമ്പോൾ രണ്ട് കണ്ണാടി എപ്പോഴും ബൈക്ക് ഓടിക്കുമ്പോൾ ഇങ്ങനെ നോക്കും. സിഗ്നൽ ഊമർ അതിൽ സ്പീഡിൽ പോകും. സിഗ്നൽ ഓറഞ്ച് ചവിട്ടി കിട്ടിട്ട് ബാക്കിലപ്പോ ഇവൻ പാസ്സായി പോകുന്ന വിശ്വാസത്തിൽ നമ്മളും തന്നെ ഓറഞ്ച് ചാടാനായിട്ട്. സംഭവം അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ ആ സമയത്ത് നമ്മൾ ചാടാൻ വേണ്ടി തന്നെ ഇവൻ പെട്ടെന്ന് ചവിട്ടിക്കളെ
ചവിട്ടാൻ നേരത്ത് ബാക്കിൽ എന്താ വന്യെന്നുള്ള സാധനം നമ്മൾ നോക്കണ്ടേ, ഇത് നോക്കില്ല. പിന്നെ മെയിൻ സംഭവമാണ് ഈ ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ, ഹെൽമെറ്റ് വെക്കുന്നതിന് ഒന്നും കേൾക്കൂല, ടൈറ്റുള്ള ഹെൽമെറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഫോണും കയറ്റി വിടും, ഫോണും വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചിറങ്ങുക അത് എന്നൊക്കെ പറഞ്ഞ് വണ്ടി അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ ഇവരറിയാനുള്ള. നമ്മൾ ബസ്സിന്റെ ലെഫ്റ്റ് കൂടെ ഓവർടേക്കാണ്, നമ്മൾ കറക്റ്റ് മൈൻഡാണെങ്കിലാ കയറി ചെല്ലാൻ നോക്കും. ഫോൺ ചെയ്ത് വർത്താനം പറഞ്ഞാൽ ഓളത്തിലാ പോണ്. ഓളത്തിൽ പോകുന്നത് ബസ്സിന്റെ കവളില്ലേ, ഇത്രയും പച്ചക്കറികൾ ശ്രദ്ധിക്കണം അല്ല. ഇപ്പൊ നേരെ ഇപ്പൊ മറ്റേ കളമശ്ശേരി അപകടം കണ്ടില്ലേ, സുഖീക്കാരൻ മതി. അതെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത്ര ഇതിൽ ബൈക്ക് പോയിക്കൊണ്ടിരിക്കണേ. അവനെ കേരള വഴി കൊണ്ട് നോക്കി എറിച്ചെന്ന് ഇയാൾ എന്തോ നോക്കി പയ്യ റൈറ്റോട് വണ്ടി ഇങ്ങനെ ആഞ്ഞു പോയതാണ് സംഭവം. കവളത്ത് തട്ടി നേരെ വീട്ടിലടിയോട്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പണ്ട് എടപ്പള്ളിയിൽ ഒരു പെണ്ണ് മരിച്ചത് അതിന്റെ ഉണ്ടായിരുന്നു. അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2 ട്രാക്കാണ് അവിടെ, ബസ് നടക്കൂടെ തന്നെ. ഈ പെണ്ണിന് നേരെ ഇറങ്ങിയിട്ട് നമ്മളൊക്കെ പറ്റ പിടിച്ച് ചെയ്യുള്ളൂ. ഇത് നേരെ ട്രെയിലർ വളക്കണ പോലെ ബസ് നടുക്കെത്തി. അവിടെ നിന്നാ തിരിയാൻ നോക്കിയത്. നേരെ ബസ് ചവിട്ടി ഇത്രയും വലിയ സാധനം പിടിവിട്ട് വന്നില്ല, ചവിട്ടിക്കഴിഞ്ഞാൽ കിട്ടൂല. മെയിൻ സംഭവം ചില ആൾക്കാരുണ്ട് കയറുമ്പോ ഒന്നും നോക്കൂല, ഒന്നും നോക്കാണ്ട് ബസ് നിൽക്കും. പക്ഷെ യാത്രക്കാർ എത്ര പേരുണ്ട് അത്രയും പേരുടെ പല്ലും തലയൊക്കെ പോവും. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ഗ്ലാസും പൊളിച്ച് കൊടുത്തെത്തും. ഫ്രണ്ടിലൊക്കെ പിള്ളേരൊക്കെ ഒന്നിരിക്കണേ. എല്ലാരും ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി. കാറുകാരായാലും ഇടക്കാ വലത്തെ സൈഡിലെ കണ്ണാടിയില്ലേ അവരുടെ വെറുതെ നോക്കാം. ചിലരെയൊക്കെ മിററൊക്കെ ഇരിക്കണ ഇങ്ങനെ മടക്കി തിരിച്ചൊക്കെ വെച്ചിട്ട് എങ്ങനെ ഓടിക്കണമെങ്കിൽ പിടുത്തം കിട്ടണേട്ടാ. നമുക്ക് ഇത്ര നേരം വണ്ടി ഓടിക്കരുത്. എനിക്കത് കണ്ണാടി വേണം, അകത്തെ കണ്ണാടി 2 കണ്ണാടിയും വേണം. അതിലാണ് എനിക്ക് ഓടിക്കാൻ പോകും. ഇതൊന്നും ഇല്ലാണ്ട് ഒറ്റ വെട്ടിക്കല റൈറ്റിലോട്ട്. നമ്മ ഇത്രയും വലിയ സാധനം വന്നൊരു കാണുന്നില്ല. പിന്നെ മെയിൻ സംഭവം കാരണത്തിന് പെണ്ണുണ്ടെങ്കിൽ അതിനായിട്ട് വർത്താനം പറഞ്ഞ് സീസിയും കളിച്ച് അപ്പൊ നമ്മൾ ഫോണടിക്കും. ഒരു ദേഷ്യം കുറെ നേരം ഫോണടിക്കും. അവൻ അങ്ങനെ പോകണം. അപ്പൊ അവളും പറയാൻ പോട്ടെ, അവര് ശരിയങ്ങൾ ചെയ്യില്ല. ഇവളുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി ഇവൻ കൊണ്ട് ചവിട്ടി തരും, പിന്നെ കുറച്ച് കാലോട്ട് തരും, പിന്നെയും ചവിട്ടി തരും. ഒരു 5-6 ചവിട്ട് കഴിയുമ്പോ 6ാമത്തെ തവണ ചവിട്ടിയാൽ നിൽക്കുകയില്ല വണ്ടി. നമ്മൾ ചിലപ്പോ ഇടിച്ചു മോശമാണെന്ന് വെച്ചിട്ട് അത്രയും നമുക്ക് പ്രാന്ത് പിടിക്കുന്നു അല്ലേ. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ സാധനം ഈ കാറ് കയറുന്ന പോലെ ഈ സാധനം കയറൂല. ഇത് ഫസ്റ്റ് ആയിട്ട് സെക്കൻഡ് ഇത് കട്ടാണ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ നല്ല സ്പീഡിലൊക്കെ പോകും. നമ്മുടെ വണ്ടിയിൽ നിന്ന് അങ്ങനെ പോകും. നമ്മുടെ കറുവയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കയറി വേണ്ടെങ്കിൽ എന്ത് പാടുന്നു അറിയാം. അതിന്റെ ഇടയ്ക്ക് ഇവര് കാട്ടാൻ കാണിച്ചാൽ വിഷമമാണ് നമുക്ക് തന്നെ. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥയാണ്, നമുക്ക് വേറെ പണിയൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഓടിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ ബസ് ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഗതിയില്ലാത്ത ഞങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടി. അപ്പം നമ്മളോട് ഈ മല്ല് ഓടിക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ശരിക്കും നമ്മൾ ഓവർടേക്ക് ചെയ്ത് വന്നെന്ന് പറയുന്നത് ഒരിക്കലും ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാറ് അവൻ്റെ വഴിയുടെ ചെല്ലുകയാണ്. അവൻ പറയാൻ നേരത്ത് അവൻ ഒതുക്കി തന്നിട്ട് നമുക്കും പോകാൻ വേണ്ടി ഗ്യാപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ബാത്തിരി സൈഡൊക്കെ ഉണ്ട്, ബാത്തിരിയിലേക്ക് ഫുള്ള് റോങ് കയറും. കുറേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ഒതുക്കി കറക്റ്റായിട്ട് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്താ അവർ ഇത്തിരി സിയറിങ്ങി തിരിക്കാൻ. ഇത് ശരിക്കും പറഞ്ഞ ഈഗോ പ്രശ്നമാണ്. കാരണം ബസ്സിനെപ്പോഴും 4 മൂലം കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് 2 ഈ കോർണറും കാണാൻ പറ്റും. അങ്ങേറ്റം തൊട്ട് ബാക്ക് വരാം. ഇതിന്റെ ബ്ലൈൻഡ് സ്പോട്ട് എവിടെയാ? ലെഫ്റ്റ് സൈഡ്. ഫ്രണ്ട് ഗ്ലാസിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ കടന്നു പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ വീൽ ബേസ് ഇല്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെ വീൽ ബേസ് ഇല്ലേ, അവിടെ വരെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഈ ബോഡി നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ് താത്തിപ്പണതേക്കൊണ്ട് നമുക്ക് ചെറിയ ഞാനൊക്കെ നോക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഒത്തിരി ഈ വീൽ ബേസിന്റെ ഡോറിന്റെ സ്റ്റെപ്പ് തുടങ്ങണം അവിടം വരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ബ്ലൈൻഡ് ആണ്. ഞാൻ പിന്നെ മിറർ താഴ്ത്തി എന്നാലും നമുക്ക് കാണാൻ പറ്റൂല. ചില സിഗയിലൊന്നും ചില തണലും എല്ലാം കൊള്ളാവുന്നുണ്ട്. വെയിലടിക്കുമ്പില്ലേ തണല് പിടിച്ചിങ്ങനെ നിൽക്കും. അവരറിയാൻ പാടില്ല അവന്റെ ജീവനാണ് പോണത്. ഫ്രണ്ടിൽ കാറ് അവൻ പോണില്ല. നമ്മളപ്പോ നോക്കുമ്പോ ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല. ലെഫ്റ്റ് സൈഡിലൊക്കെ ഈ കവളത്ത് സാധനം ഇരിക്കണ് നമ്മൾ ശ്രദ്ധിക്കാൻ എടുക്കുമ്പോ നേരെ ഒറ്റ ഇല്ലടി കൊണ്ടു. ഇത് പ്രശ്നങ്ങളും അല്ലേ. ഇവിടെ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. സ്വന്തം ജീവൻ നോക്ക്, സ്വന്തം ജീവൻ നോക്കി പിടിക്കും. എപ്പോഴും മുമ്പിലോട്ട് മാത്രം നോക്കി പിടിക്കില്ല, പുറയിലോട്ട് നോക്കും. ആ മിറർ കാണാൻ വെച്ചേക്കണല്ല, മിറർ ഇവരെ കാണാൻ വെച്ചേക്കണേ. ഇവരെ പൊക്കി നോക്കും, ഇടക്ക് കണ്ണാടിലോട്ട് നോക്കും, മുടി ഇങ്ങനെയാണ്. ഇതൊക്കെ തന്നെ ബാക്കിൽ പെണ്ണിരിപ്പുണ്ടെങ്കിൽ അവളോട് വർത്താനം പറഞ്ഞ് 2 മിററും പൊക്കി മറ്റേ പുറകിലെ പെണ്ണിനെ നോക്കാനായിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോകും. ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ. കണ്ണാടി തിരിച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റൂല എന്ന് അവനെ അറിയണ്ടേ. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാണ്. നമ്മളാരും കൊല്ലോന്ന് ചോദിച്ചാൽ രാവിലെ വീട്ടിൽ ഒരു വണ്ടി കെട്ടി ചെറുതായിട്ട് മുട്ടിക്കഴിഞ്ഞില്ലേ നമ്മുടെ അന്നത്തെ പണി പോയി. നേരെ സ്റ്റേഷനിൽ പോകണം, മറ്റേ GD എൻട്രി ചെയ്ത് അത് ഇത് അന്നത്തെ ഒരു ദിവസം നമുക്ക് കഴിവതും മുട്ടല്ലേ. ഇന്നലെ ഒരു വിഷയം ഉണ്ടായി. ഇന്നലെ എൻ്റെ കാറ് ഞാൻ ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ കട്ട് ചെയ്ത് മുട്ടത്ത് ഇങ്ങനെ മെട്രോ യാർഡിലേക്ക് പോകണം, എൻ്റെ വീട്ടിലേക്ക് പോകണ വഴിക്ക് എല്ലാ വണ്ടികളും ഇങ്ങനെ നിർത്തിയിട്ടേക്കുക. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ മുന്നിൽ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി കയറി വന്നേക്കണം.
ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ ഈ ജീപ്പ് ഇങ്ങനെ പോന്നു, ഞാൻ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ജീപ്പിൻ്റെ ബാക്കിൽ കൂടെ ഒരു ഇന്നോവക്കാരൻ വന്നിട്ട് ഒറ്റ വരലേക്ക് വന്നിട്ട് ഞാൻ ചവിട്ടി നിർത്തിയതുകൊണ്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എല്ലാ വണ്ടികളും ഇങ്ങനെ നിർത്തിയിട്ടേക്കും. അവൻ അതിൻ്റെ അപ്പുറത്ത് കൂടി ട്രാക്കും കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടി വന്നിട്ട് ഫൂന്നും പറഞ്ഞ് വന്നേക്കുക. ചവിട്ടി ഒരു സാധനം മിന്നായം പോലെ തന്നെ ഞാൻ ചവിട്ടി നിർത്തി, വണ്ടി ഇങ്ങനെ തൊട്ടു മുട്ടി നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ വണ്ടി നമ്മൾ റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലോ, അങ്ങോട്ട് മാറ്റി നിർത്താം. ഞാൻ വന്ന് നോക്കി, എൻ്റെ വണ്ടി നോക്കി, പുള്ളിയുടെ വണ്ടി നോക്കി. പുള്ളി ഇറങ്ങി വന്ന അപ്പം തന്നെ എനിക്ക് കഥയൊന്നും പറയാനില്ല. എൻ്റെ അസോസിയേഷൻ തീരുമാനിക്കും, അസോസിയേഷൻ വരട്ടെ. വണ്ടി തട്ടി എന്ത് ചെയ്യണം? സോറി പറ്റിപ്പോയി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നം. എൻ്റെ അസോസിയേഷൻ വരട്ടെ മതി, അസോസിയേഷൻ വന്നിട്ട് നീ തീരുമാനം എടുത്താൽ മതി. കുറച്ചേരം ഇവൻ ഷോയാണ്, ഭയങ്കര ഷോ അങ്ങോട്ട് ഇറക്കിയിട്ട് അസോസിയേഷൻ്റെ ധാർഷ്ട്യമൊക്കെ കാണിച്ചോണ്ട് എൻ്റെ അടുത്ത് തോന്നും. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു നോക്കൂ. ഓട്ടോറിക്ഷക്കാരോട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കണമല്ലോ, നിങ്ങൾ അവരോട് ചോദിക്കാം. എന്നാൽ വരാം ചോദിച്ചു, ചേട്ടൻ്റെ വണ്ടി എവിടെയാണ് കടന്നു വെച്ചെന്ന് ചോദിച്ചു. എവിടെ വെച്ചാൽ വണ്ടി ഇടിച്ചെന്ന് ചോദിച്ചു. ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ടല്ലോ. അല്ല ചേട്ടാ പറ്റിപ്പോയി പറ്റണ്ട, ഞാൻ അസോസിയേഷനെ വിളിച്ചിട്ട് വരുമെന്നല്ലേ പറഞ്ഞു. ഞാൻ അസോസിയേഷൻ്റെ ആൾക്കാരെങ്ങാരാന്ന് വെച്ചാൽ വന്നിട്ട് നീ പോയാൽ മതി, എനിക്ക് തിരക്കില്ല. എനിക്ക് രാവിലെ കോടതിയിലൂടെ വരാനുണ്ടായി. അപ്പം അവൻ പറഞ്ഞ് ഭയങ്കര കട്ടിങ്ങൊക്കെ അസോസിയേഷനെയൊക്കെ വിളിച്ചിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്കാണ് ഭ്രാന്ത് കഴിഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞു അസോസിയേഷൻ വന്നിട്ട് പോയോ നിങ്ങൾ. അപ്പോൾ തന്നെ ഓരോരുത്തരും വിളിച്ചു തുടങ്ങി. എന്നോട് വണ്ടി മുട്ടിയ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ അസോസിയേഷൻ വരട്ടെ എന്ന് പറഞ്ഞു. അസോസിയേഷൻ്റെ ആളല്ലേ, വന്നിട്ട് പോയാൽ മതി, എനിക്ക് തിരക്കൊന്നുമില്ല ഒന്നും. പിന്നെ ചിലർക്ക് അധികാരത്തിൻ്റെ ഒരു സംഭവങ്ങളുണ്ട്. കുറേ പേര് ഞാൻ ഇന്നതാണ്, ഞാൻ ഇവരാണ്. ഇപ്പം ആരാണെങ്കിലും റോഡിലെല്ലാവർക്കും ഒരേ ഇതുള്ളൂ. ആകപ്പാടെ 2-3 അതോറിറ്റിക്ക് മാത്രമാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്, അതായത് സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളൂ. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് സൂപ്പർ പവർ കൊടുത്തിട്ടില്ല റോഡിൽ. പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം ഒരാൾക്കും സൂപ്പർ പവർ ഇല്ല ലോകത്ത്. ഉണ്ടോ? ഇല്ല. അതായത് ഫയർഫോഴ്സ്, ആംബുലൻസ്, പോലീസ്, ഇവർക്ക് 3 പേർക്കും മാത്രമാണ് സൂപ്പർ പവർ. റോഡിൽ ഏറ്റവും മെജോറിറ്റി കൊടുത്തേക്കണ അവർക്കാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ മാത്രമാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ വാഹനങ്ങൾ പോകാൻ വേണ്ടി അവർക്കൊരു ട്രാക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവം വേണം. അതായത് ഈ ആംബുലൻസിന് വേറെ എന്തുകൊണ്ട് ആയിക്കോട്ടെ, ആംബുലൻസ് ഒക്കെ കിടന്ന് ബ്ലോക്കിൽ കിടന്ന് കാണിക്കണമെന്നില്ലേ സത്യം പറഞ്ഞ സങ്കടം വരും ചേട്ടാ. കാരണം ഇവര് കാറുകാർക്കൊന്നും കാണാൻ പറ്റൂല, കാരണം ബസ്സിലിരുന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ല, ഈ ആംബുലൻസിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം അതങ്ങനെയാണ്, നമ്മളേലും താഴ്ത്താണ് ഇവരൊക്കെ നിൽക്കുന്നത്. അത് രോഗികളൊക്കെ കിടപ്പാണത്, ഒരു പിള്ളേരൊക്കെ ഇട്ട് പോണത്. കാറുകാർ എപ്പോഴും എന്താണ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിക്ക ലൈസൻസ് ഇല്ലെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലൈസൻസ് ഇല്ലേ, റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാണ്ടല്ലോ ചേട്ടാ ഉണ്ടാവൂല. പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? അവരൊരു ഫ്ലൈറ്റിന്റെ മറ്റേ വീല് താഴൂലേ, അവിടെ നിന്ന് ഒരു വണ്ടി നിർത്തി കഴിഞ്ഞില്ലേ, ഇവിടെ നിന്ന് 2 കാലങ്ങൾ താഴും. പിന്നെ ഇത് മൊത്തം ഒരഞ്ഞ് പെട്ടെന്നൊക്കെ ഒരു ബ്രേക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആ വണ്ടി ജയിച്ചു. ഞാൻ കഴിഞ്ഞ ഫോട്ടോ വെച്ച് ചേച്ചി കൊച്ചിനായിട്ട് നേരെ ഇല്ലേ റൈറ്റ് കൂടി കയറി വന്നേ. അപ്പൊ ഞാൻ കൂട്ടി കൊടുത്ത് ഓപ്പോസിറ്റ് ബൈക്കാരൻ വേണ്ടേ, ചേച്ചി കൈ കൊടുത്ത് മാറിയ പക്ഷെ ബ്രേക്ക് പിടിച്ച് നിർത്താറിയാൻ പാടില്ല. അപ്പൊ അതിനായിട്ട് ഒരു അച്ചിരി കൊച്ചു തീർച്ച നേരെ വണ്ടർ ഫ്രണ്ടിലോട്ട് ഞാൻ ചവിട്ടി നിർത്തിക്കളഞ്ഞു. നേരെ വലിച്ച് ഇടിയിപ്പിച്ച് ആൾക്കാർ മൊത്തം സീനാക്കി. ചീച്ചോണ്ടേ ഒരു കാലം ചെരുപ്പെടുക്കാൻ പോലും മറന്നു ചോദിച്ചു. എല്ലാവരും കയറ്റി വേഗം പോയി കളഞ്ഞു. ആർക്ക് ലൈസൻസ് ഇല്ല, മെയിൻ സംഭവം ആർക്കും ഓടിക്കാറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വണ്ടിയുടെ നീങ്ങി കിടക്കണേ, എപ്പോഴും നമ്മളൊരു ദീർഘവീക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രശ്നം തീരും. പിന്നെ ഞാൻ ഇന്നലത്തെ നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഈ പറഞ്ഞ സാധനം ഒരു ബസ് ബേ പോലും ഇല്ല. ഒന്ന് സിഗ്നൽ സംവിധാനങ്ങളാണെങ്കിൽ ഫ്ലോപ്പാണ്. കാരണം നമ്മുടെ ഈ MG റോഡിൽ കച്ചേരിപ്പടി സിഗ്നലിൽ കണ്ടിട്ടുണ്ട്, ഫ്രീ ലെഫ്റ്റ് എന്നും പറഞ്ഞ് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ റെഡ് സിഗ്നൽ കത്തിയിരിക്കും.
എന്നിട്ട് സിഗ്നൽ പച്ചയാകുമ്പോൾ അപ്പുറത്തേക്ക് ആരോഗ്യം ഇട്ട് കൊടുക്കും. എന്നാൽ ഇതൊക്കെ നോക്കി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ ഇവരെല്ലാവരും വരുന്നതുമാണ്. ഒരു നടപടി ഇവരെടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പോകും. അച്ചടിപിടി സംഭവമുണ്ട്. നമ്മൾ ഈ ഇവിടെ നിന്ന് പോകില്ലേ, നമുക്ക് അച്ചടിപിടി സിഗ്നല് ആ ലെഫ്റ്റിൽ നിന്ന് വഴി വരില്ലേ, അവിടെ നിന്നുള്ളവര് റൈറ്റിലേക്ക് പോകണുണ്ടാവില്ല. അപ്പൊ നേരെ അവിടെ നിൽക്കാണ്ട് കയറ്റി വെക്കും. അപ്പൊ നേരെയുള്ള സിഗ്നലില്ലേ ബ്ലോക്കായി നമ്മളിങ്ങനെ ബാക്കിലേക്ക് തിങ്ങി കിടക്കാം. ഏറ്റവും വലിയ സംഭവം വരും ഈ വൈറ്റ് ലൈൻ പള്ളി മുക്കിൽ ഞാൻ കണ്ടേക്കുന്നത് സിഗ്നൽ ആവാൻ കാത്ത് ആൾക്കാർ കടക്കാനായിട്ട് ഞാൻ അത് കണ്ടിട്ടുണ്ട്. സിഗ്നലില്ലേ, സിഗ്നലാവുമ്പോ വണ്ടി കൈകാര്യം ചെയ്യാം. അപ്പൊ നല്ലവരെ കാറുകളുണ്ട്, അവർ ചവിട്ടി നിർത്തി കൊടുക്കും. അപ്പൊ നമ്മള് ബാക്കിലോട്ട് സമയത്ത് ആൾക്കാർ കിടന്ന് വെടാപ്പാട് പറഞ്ഞ് ഈ ആൾക്കാരൊക്കെ കടന്ന് തീരുമ്പോഴേക്കും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞു വരും. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദുരിതം അനുഭവിക്കണത്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ സിഗ്നല്, ഈ സിഗ്നലിൽ ഫ്ലോപ്പ് പറഞ്ഞ നേരത്തെ, നിങ്ങൾക്ക് സുരക്ഷിതമായി നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്ക് സിഗ്നലുണ്ട്, അറിയാവോ? ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പം ഈ അടുത്ത അതുണ്ട്. അല്ലാതെ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഏതെങ്കിലും സിഗ്നലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇപ്പം ഈ കാൽനട യാത്രക്കാർക്കുള്ള സിഗ്നൽ? ചേട്ടാ അത് നമ്മൾ വെച്ചോണ്ടായില്ല, ഇത് അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് ഇവിടെയും ബാക്കി എല്ലായിടത്തും റെഡും ഗ്രീനും എല്ലാം വരുമ്പോൾ ഒരു പോർഷനിൽ നിന്നും മറ്റൊരു പോർഷനിലേക്ക് ക്രോസ് ചെയ്യാനുള്ള ഗ്രീൻ സിഗ്നൽ, അതായത് റെഡ് ഗ്രീൻ, ഇത് രണ്ടും വരണം. ഇത് ഇപ്പം എവിടെ ഉണ്ടെന്ന് നിങ്ങളൊന്നും ഇനി നിങ്ങൾ ബസ് ഓടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ചീറിപ്പാഞ്ഞു പോണില്ലേ, ചീറിപ്പാഞ്ഞു പോയി ഞാൻ സീബ്ര ലൈനിൽ ഇങ്ങനെ നിൽക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ സീബ്ര ലൈനിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് തോന്നിയാൽ ഉറപ്പായാൽ ആ വണ്ടി അവിടെ നിന്ന് മിനിമം 50 മീറ്റർ ദൂരത്ത് നിന്ന് വണ്ടി നിർത്താൻ ബാധ്യതയുണ്ട്. ഇവിടെയോ? ഇവിടെ സീബ്രലൈനിന്റെ മേളിലെ ആൾക്കാരോട് കാറ് എല്ലാ വണ്ടികളും നിർത്തുന്നത് ഞങ്ങൾ എല്ലാവരും സീബ്രലൈനിന്റെ മേളിൽ സീബ്ര ലൈനിൽ നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തൊട്ടടുത്തുള്ളവൻ ഇപ്പം ഇവിടെ നിന്ന് ആ മരക്കൊമ്പില്ലേ, അല്ലെങ്കിൽ എത്ര മീറ്ററാ, തൊട്ടടുത്ത് നിന്നിട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ ബ്രേക്കൊന്നും ചവിട്ടാൻ പറ്റിയൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ നിന്നിട്ടും ആ ബിൽഡിങ്ങിൻ്റെ അത്രയും ഗ്യാപ്പിലാണ് വന്നെങ്കിൽ അവൻ ചവിട്ടാൻ ബാധ്യതയുണ്ട്. ചവിട്ടാറുണ്ടോ? ഇല്ല, ആരും ചവിട്ടാറില്ല. ആർക്കും അറിയാൻ പാടില്ലാണ്ടല്ല, അറിയാം. എന്തിനാ? ലൈസൻസ് എടുക്കാൻ നേരത്ത് പഠിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം, ഈ പറയുന്ന ഇത്രയും പേർക്കും ലൈസൻസ് വരില്ല. അല്ല ഞാൻ പറഞ്ഞത് റീടെസ്റ്റ് വെച്ചാൽ ഉണ്ടാവൂല. എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ GCC രാജ്യങ്ങളിൽ നിന്ന് ആണ് എൻ്റെ ലൈസൻസ് ഉള്ളത്. ഇന്ത്യൻ ലൈസൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഒന്നും ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോകണ്ട, നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പം നമുക്ക് അവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു മണിക്കൂർ സേഫ്റ്റി ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റാണ് വരില്ല, ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിവിടെയൊക്കെ നമ്മൾ HL എടുത്തേക്കണ, ഇവിടെ നിന്ന് അങ്ങനെ കയറുന്നു, ഇങ്ങനെ വരുന്നു, എടുത്ത് തിരിച്ചിങ്ങനെ വന്നിട്ട് വണ്ടി എടുത്ത് അവിടെ ഇടുന്നു, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അവിടെ എങ്ങനെയെന്ന് അറിയോ? ചെന്ന് കഴിയുമ്പോൾ ഒരു 8 കാർ 8 എടുക്കണം. അതായത് ഈ ഹൈറ്റിൽ ആണ് കമ്പി ഇരിക്കണം. ഈ ഹൈറ്റിൽ മറ്റേ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് 8 എടുത്ത് ഇറങ്ങി വരണം. എന്നിട്ട് ഞാനതെടുത്ത് ഓടിച്ച് എന്നിട്ട് കൊണ്ടുപോയി മേലിലൊക്കെ കൊണ്ടു നിർത്തണം. അത് കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പാസ്സായിട്ട് നമ്മൾ വന്നേക്കണോണ്ട് നമുക്കറിയാം ഒരു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ ഏത് സെറ്റപ്പില്ലേ ഇത്ര അതിൻ്റെ പ്രത്യേകത അറിയോ? ഒരു നമ്മൾ ചെറിയ വഴി കൂടെ പോണേ, ഒരു കാണുന്നുണ്ട് സൈഡിൽ, കാണല്ല ഒരു ഫുട്പാത്തോ അല്ലെങ്കിൽ ആയിക്കോട്ടെ, മിക്ക കാണുമ്പോഴേക്കും പേടിയാണ്. ഒരാളെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കി എന്നാൽ 2 വീലർ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. എല്ലാരും കമ്പി നോക്കി മനസ്സിലായ ആ ഒരു സംഭവം കറക്റ്റ് കാര്യമാണ്. ആ സംഭവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇവരൊക്കെ ഗതാഗത മന്ത്രി മറ്റൊരു മറിച്ചവരൊക്കെ അമേരിക്കയ്ക്കും ദുബായിക്കും കാനഡയ്ക്കും ഫ്രാൻസിനും യൂറോപ്പിനും ഇനി എത്ര രാജ്യങ്ങളുണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയാൻ പാടില്ല. പുതിയ രാജ്യം
കണ്ടുപിടിച്ച് അങ്ങോട്ടുള്ള പോക്കിനാണ് നിൽക്കുന്നത് എല്ലാവരും. അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പഠിച്ച് രണ്ടാമതൊരു റീടെസ്റ്റ്, ഇപ്പം നോട്ട് നിരോധിച്ചു, 500 രൂപയുടെ നോട്ട് നിരോധിച്ച് പുതിയ നോട്ട് വന്നപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ നാളെ ഒരു റീടെസ്റ്റ് എടുത്ത് നോക്കി. എറണാകുളം ജില്ലയിലല്ല, കേരളത്തിലൊരു 80% പേരെ ലൈസൻസ് പോകും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. ചേട്ടാ പോവും ചേട്ടാ, പോവും. പെണ്ണുങ്ങൾ ഒറ്റണം വണ്ടി ഓടിക്കില്ല, പെണ്ണുങ്ങൾ. കാരണം ഇവർ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാ? ഇപ്പം എനിക്കറിയാവുന്ന ഒരു MVD ഉദ്യോഗസ്ഥൻ, ആളെ ഒന്നും ഞാൻ പേരൊന്നും പറയാനുള്ള പറയട്ടെ എന്ന് ഉറച്ചിട്ടാണ്. നിങ്ങൾക്ക് ലൈസൻസ് കിട്ടണത് ഇവിടെ ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കണ്ടേ? ഗൾഫിൽ നിൽക്കുന്നവർക്കും ലൈസൻസ് കൊടുത്തത് അവൻ ഗൾഫിലേക്കാണ്, ഇവിടെ നിന്ന് വേറെ ആളെ വെച്ചിട്ട് ലൈസൻസ് ഒക്കെ കൊടുത്ത് അവൻ്റെ പേരിൽ ലൈസൻസ് അടിച്ച് കയ്യിലേക്ക് കൊടുത്തു. കാശ് മേടിച്ച് എത്രയാണെന്ന് എനിക്കും അറിയാം, പുള്ളിക്കും അറിയാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇടപാടുകൾ. ഓടിക്കാവോ? ഇല്ല, പറ്റൂല. വണ്ടി ഓടിക്കുന്നതിന് ഒരു ഇപ്പോൾ നിങ്ങൾ ബസ് ഓടിച്ചോ, നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോ, ഒരു കാറിൻ്റെ പുറകിൽ എല്ലാം ഒട്ടിച്ചിടണോ? എന്തിനാ? ലേണേഴ്സിന് ശരിക്കും അതിനാണ്. ഇപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, എനിക്ക് ലൈസൻസ് ഉണ്ട്, വൈഫ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഡോട്ടറോ മകളോ ആരാണോ, അല്ലെങ്കിൽ വൈഫോ ആരാണോ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഹൈവേ കയറാൻ പാടില്ല, തിരക്കുള്ള റോഡുകളിൽ കയറാൻ പാടില്ല, തിരക്കില്ലാത്ത റോഡുകൾ മാത്രം സെലക്ട് ചെയ്ത് ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ചട്ടം. പക്ഷെ നിങ്ങളിപ്പോഴും നോക്കിക്കോ, ബസ് ഒരെല്ലാം കൊട്ടിച്ചിട്ട് പോകണ്ടോ നമ്മുടെ മുമ്പിൽ കാറ്. പണ്ട് നോർത്ത് മേൽപ്പാലം പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം, അപ്പം ഞാൻ ഈ കയറ്റം കയറിയിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം ക്ലച്ചുമ്മ ചവിട്ടി നിർത്തണം, ആ ക്ലച്ചുമ്മ ചവിട്ടി നിർത്തണം കേട്ടോ. അപ്പം ഇങ്ങനെ ക്ലച്ചുമ്മ ചവിട്ടി നിർത്തിയേക്കണത് ഒരു കാറുകാരൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ്. ഒരു എല്ലൊട്ടിച്ചൊരു കാറ് വന്നിട്ട് ഇങ്ങനെ ചവിട്ടി ആ കാറിനെ എടുക്കാൻ പറ്റണില്ല. ഇവർ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ്, ലോഡും പുറത്താണെങ്കിൽ നമ്മൾ ഗിയർ ഇട്ടിട്ട് നമ്മൾ നിർത്തും. ഞാനിങ്ങനെ വെച്ചേക്കുവാണ്, ഇവരെടുക്കും. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേനും ഇത് ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി കുതിച്ചങ്ങോട്ട് കുതിച്ചു. അപ്പോൾ ഈ പുറകിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന യാത്രക്കാരൻ വരെ പേടിച്ചു പോകും. അപ്പം ഞാനിങ്ങനെ എടുക്കും, ഇവരുടെ കയ്യിൽ നിന്ന് വീണ്ടും. അപ്പം നമ്മൾ ക്ലച്ചും ഫുള്ള് ചവിട്ടാൻ പറ്റൂല, ബ്രേക്കും ചവിട്ടാൻ പറ്റില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചവിട്ടി നിർത്തിക്കോണം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിർത്തിയില്ലെങ്കിൽ ഇത് മൊത്തം പോകും. അല്ലെങ്കിൽ ദേഷ്യം തങ്ങളുടെ ഒക്കെ കൂടി തന്നെയുണ്ട്. കാരണം ഈ കാലുമേയുള്ള ഇതിന് ക്ലച്ചിന്, കാറിന്റെ ക്ലച്ചല്ല ബസ്സിന്റെ, ഭയങ്കര കട്ടിയാണ്, കല്ലുപോലെ ഇരിക്കും. അപ്പം നമുക്കിത് ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞായറാഴ്ചയൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുട്ടുകുത്താൻ പറ്റൂല, എനിക്ക് ഭയങ്കര വേദനയിരിക്കും. അപ്പം ഇതെല്ലാം സഹിച്ചിട്ടാണ് നമ്മളവിടെ കയറുക. അപ്പം എനിക്ക് സഹിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോണുമ്പോൾ അവിടെ കുത്തി, ആദ്യം ഹോണടിച്ചു. അപ്പോൾ വണ്ടി എടുക്കും, ഒന്ന് കുത്തും, വീണ്ടും ഞാൻ ഹോണടിച്ചു. അപ്പോഴും തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ഗിയർ ഇടും, ഓഫായി പോവും. പിന്നെ ഞാനവിടെ ഒരു കുത്തിപ്പിടുത്തം ഹോണം ഇങ്ങനെ അങ്ങോട്ട് കുത്തിയാണ് വിടും. വണ്ടി ഫോന്നും പറഞ്ഞ് പറന്നങ്ങോട്ട് പോയത്. പിന്നെ അപ്പം നമുക്ക് അത്രയും നമ്മുടെ ടെമ്പർ തെറ്റണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയല്ല. ആൾക്കാർക്ക് കാണുമ്പോ ഇവരൊക്കെ പ്രേക്ഷകരൊക്കെ കാണുമ്പോ ചെറിയ പണിയാണ്, വെരി സിമ്പിളാണ്. പെണ്ണുങ്ങളൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞ്. പക്ഷെ എന്റെ പൊന്നേട്ടാ, ഒരു ദിവസം ഒരു പ്രഷറില്ല. നമ്മളെല്ലാ വർക്ക് ചെയ്യുന്ന പണിയാണ് ഡ്രൈവിംഗ്, എല്ലാ സാധനം വർക്ക് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുഴപ്പമില്ല, ബാക്കിയുള്ള കൈകാര്യം വർക്ക് ചെയ്യണം. നമ്മുടെ തല കടന്ന് പുകയില്ലേ, തലക്ക് വട്ടു പിടിക്കും. പിന്നെ തല്ലും. തല്ലുപിടുത്തം വേറെ, തല്ലുപിടുത്തം വേറെ അല്ല, തല്ലുപിടുത്തത്തിന്റെ പാർട്ടാണ്, ഇതിന്റെ ഭാഗമാണ്. അതിന് കാരണം ഇപ്പൊ ഹൈക്കോടതി ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ഹൈക്കോടതി മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. ഈ റോഡുകളിലെ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ഹൈക്കോടതി മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. അറിയാവോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര കണക്കെടുക്കും. പണ്ടൊക്കെ കമ്മീഷണർ റിപ്പോർട്ട് ചോദിക്കണ പോലെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി രാവിലെ എത്ര വണ്ടി ഇടിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ച് റിപ്പോർട്ട് എടുത്ത് നോക്കും.
എന്നിട്ട് അതിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്. വർഷങ്ങൾക്ക് മുന്നേ നമ്മളിപ്പോൾ പോകുന്നത്, ഇപ്പം എന്നോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കും. എനിക്ക് ഓടിക്കാൻ അറിയാം, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും എനിക്ക് ഓടിക്കും. പക്ഷെ ശരിക്കും അത് ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആരാ ഡിസൈഡ് ചെയ്യേണ്ടത്? അതോറിറ്റിയാണ്. ചേട്ടാ ഇവിടുന്ന് ഒരു വണ്ടിയില്ലേ, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നു, ഇത്രയും ദൂരം അതേപോലെ റിവേഴ്സ് പോകുമ്പോൾ നടക്കുക പോകുന്നു. പറ്റൂല. പറ്റും, നമുക്ക് പറ്റും. നമുക്ക് ഓടിച്ചു. അല്ലാണ്ട് ലൈസൻസ് എടുത്ത് ഇത്ര വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെടുത്ത് ഒരു ഇടവഴിയോട് കയറാൻ പറയും, വളർത്തിരിക്കുന്ന ഇടവഴി അച്ഛൻ്റെ അതേപോലെ പറ്റൂല. രാവിലെയും ചിലപ്പോ ഇവിടെ ജില്ല ബ്ലോക്ക് ആവും. നമ്മളെ മിറർ നോക്കിയപ്പോ തന്നെ പരിപാടി ബാക്ക് എടുത്ത് പോയി. അങ്ങനെ കഴിവൊന്നും നിൽക്കൊരിക്കില്ല. നമ്മൾ പറഞ്ഞല്ല, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതായത് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ഉത്തമ ബോധ്യം വന്നിട്ട് വേണം അലൗട്ട് ചെയ്യാനായിട്ട്. ഇവിടെ എങ്ങനെയാ എച്ചെടുക്കാം, എടുക്കും, പരിപാടി കഴിഞ്ഞു. എന്നിട്ട് എവിടെയാ ഓടിക്കണ? എവിടെയാ മറ്റേ അങ്ങറ്റത്തും ഇങ്ങറ്റത്തും വണ്ടികളില്ലാത്ത റോഡിലിരുന്ന് ഓടിക്കും. ഞാൻ പറഞ്ഞേക്കണ എന്താണെന്നറിയോ, ഞാനിപ്പോൾ വെല്ലുവിളിച്ച് എല്ലാ ദിവസവും ഇപ്പം എന്നെ കാണുന്നത് മറ്റേ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാന്മാരില്ലേ, അവരൊക്കെ എന്നെ കാണുമ്പോൾ അവനോട് ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് അപ്പുറത്തെ കടയിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് വേറെ ഓപ്പോസിറ്റ് ആയിരിക്കാം. എന്താണെന്നറിയോ, ഞാൻ സ്ഥിരം ചോദിക്കണം ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് ഡ്രൈവിംഗ് ഓടിക്കുന്നവരാ, നിങ്ങൾ കൊച്ചി സിറ്റിയിൽ വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കൂല. ഇല്ല. പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി സിറ്റിക്കകത്ത് കൂടി വണ്ടി ഓടിച്ചവൻ ലോകത്തെവിടെയും ചെന്ന് വണ്ടി ഓടിക്കാൻ പറ്റും. അതേസമയം ഇടുക്കിയിൽ നിന്ന് മലമുകളിൽ വണ്ടി ഓടിച്ചവന് സിറ്റിയിൽ വന്ന് വിടാൻ പറ്റില്ല. നമുക്ക് മലമുകളിലും കയറാം, എവിടെയും പോകാൻ പറ്റാം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ ഞാൻ പോകുന്ന ഒരുപാട് സംവിധാനം പലപ്പോഴും സിറ്റിയിൽ പഠിപ്പിക്കണം. ലൈസൻസ് എടുക്കുമ്പോൾ സിറ്റിയിൽ ഓടിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിലേ റാഷ് ഡ്രൈവിംഗ് ഫസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ചാൽ ഇവിടെ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ശരിയല്ലേ, റാഷ് ഡ്രൈവിംഗ് പഠിച്ചാൽ ഓടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മാന്യമായിട്ട് ഇങ്ങോട്ട് കാര്യമില്ല. കുത്തിക്കേറി പോയാൽ ബ്ലോക്കില്ലാണ്ടിരിക്കുള്ളൂ. ഇപ്പം ഞാനൊക്കെ പണ്ട് നിങ്ങൾ കൊച്ചിയിലുള്ള ഒരുത്തൻ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ ബസ് ഏതാണെന്നൊന്നും പറയണില്ല, പറഞ്ഞാൽ നിങ്ങൾ അറിയുമായിരിക്കും. ഇലക്ട്രോണിക്സ് പമ്പാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. നല്ല വലിയായിരിക്കും. അപ്പം എൻ്റെ 3 മിനിറ്റ് പുറകിലാണ് ബസ്. അപ്പം ഞാൻ 3 മിനിറ്റ് കൊണ്ട് 6 മിനിറ്റ് കൊണ്ട് ആലുവയിൽ വരും. അവിടെ നിന്ന് മൊത്തം 20 മിനിറ്റ് 21 മിനിറ്റാണ് കളമശ്ശേരി വരെ. ഞാൻ വണ്ടി എൻ്റെ സമയത്ത് കളമശ്ശേരിയിൽ വരുമ്പോൾ ഇവൻ പുറകിൽ അവിടെ ഉണ്ടാവും. എടപ്പള്ളി എത്തുമ്പോൾ ലുലുവിൻ്റെ അവിടെയൊക്കെ അന്ന് ബ്ലോക്കാ. എടപ്പള്ളി ലുലുവൊക്കെ അന്ന് ബ്ലോക്കാ. ഇന്നും വലിയ മോശമൊന്നുമില്ല, ഇപ്പോഴും ബ്ലോക്കിന് മാറ്റമൊന്നുമില്ല. പരിഷ്കാരം ഉണ്ടായി എന്ന് മാത്രമല്ലാണ്ട് അത് ഉപകാരത്തിൽ കൊണ്ട പരിഷ്കാരമൊന്നും ഉണ്ടായില്ല. അപ്പം എടപ്പള്ളിയിൽ നിന്ന് പത്തടിപ്പാലം തൊട്ടേ ബ്ലോക്കാണ്. പത്തടിപ്പാലം എത്തുമ്പോഴത്തേന് ഈ ബസ് പുറകിലുണ്ടാവും. ചേട്ടോട് കാര്യം ടോളെത്തുമ്പോൾ ഇല്ലേ, ടോളെത്തുമ്പോൾ ഈ വണ്ടി എൻ്റെ മുന്നിലുണ്ടാവും. പിന്നെ അവൻ്റെ സമയത്ത് അവൻ അവിടെ നിന്ന് ആളെടുത്തോണ്ട് അപ്പം ഇതിന് നമുക്ക് വാശി നോക്കുമ്പോൾ എന്ത് പറ്റും? ഇപ്പം ഞാനും എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ, ആളെയൊന്നും ഞാൻ പറയണില്ല, നോർത്ത് മേൽപ്പാലത്തിൽ ചെയ്സ് നടത്തിയിട്ട് ബസ് ചെറിയ പാലമുണ്ടത്. ഇപ്പോഴല്ലേ നിങ്ങൾ ഈ പുതിയ പാലത്തിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പഴയൊരു ചെറിയ പാലമുണ്ട്, ബൈക്കും കാറും മാത്രമേ പോവുള്ളൂ, കാറ് കഷ്ടേ പോവുള്ളൂ. ആ പാലത്തിൽ കൂടെ ബസ് ഓടിച്ചിട്ടുണ്ട്. അന്നത്തെ മത്സരവട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മത്സരവട്ടമൊന്നുമല്ല, അന്ന് അങ്ങനെയാണ്. അതിൽ കൂടെ ബസ് ഓടിച്ച് അപ്പുറത്ത് ഇറക്കിയിട്ടുണ്ട് മുട്ടാണ്ട്. ഇപ്പം നിങ്ങൾക്ക് തേവര പാലമില്ലേ, പഴയ തോപ്പുംപടി പാലം, ആ പാലത്തിൽ കൂടെ ഓടിക്കാൻ പറ്റും. പണ്ട് യാത്ര ചെയ്തിട്ട് ഓടിച്ചിട്ട് പറ്റുമോ? പറ്റൂല. അതിൽ കൂടെ ഫുൾ ലോഡ് യാത്രക്കാരെയും വെച്ച് ബസ് ഇങ്ങനെയാണല്ലോ ഇരിക്കണത്. ഫുൾ ലോഡ് കയറി കഴിയുമ്പോൾ ബസ് ഇങ്ങനെ ഇരിക്കും, ചെരിഞ്ഞിരിക്കും. അങ്ങനെ ഞാൻ പോകേണ്ടിട്ടുണ്ട്. ഇത് വേറെ യാത്രക്കാർ സംഭവം വരും. യാത്രക്കാർ വണ്ടിയിൽ കൊല്ലാൻ കൊണ്ടുപോകണം. അത് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകും.
ഈ രാവിലെ സമയമില്ലേ ഒരു 8 മണി തൊട്ട് ഒരു 10 മണി വരെ നമ്മൾ എങ്ങനെയൊക്കെ പോയാലും ആർക്കും ഒരു കുഴപ്പമില്ല. സംഭവിച്ച പോലെ എല്ലാവർക്കും സ്ഥലങ്ങൾ വൈകിട്ട് വെച്ച് ഒരു പരിപാടിയൊക്കെ ഫ്രീ ആയി മനസ്സിലായി. അപ്പൊ നോക്കുമ്പോ ഇന്ന് പേടി പോകണം കൊല്ലാൻ കൊള്ളണം മനസ്സിലെ യാത്രക്കാർ അങ്ങനെ ഒരു വിഭാഗം മനസ്സിലായി. നമുക്ക് നമ്മളതിൽ ബസ്സിക്കാൻ നമുക്ക് കൂടുതലായിട്ട് വലിയ പരിപാടി ഒന്നുമില്ലെങ്കിൽ ചവിട്ടുമ്പോ എന്താണ് വെച്ച് നമുക്ക് അത്യാവശ്യം എത്താൻ നിൽക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ പോലും നമ്മളൊന്നും പറയില്ല. ഇതൊക്കെയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചി സിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് പൊതുഗതാഗത സംവിധാനം ഒരു ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ബസ് ഓണേഴ്സിനൊക്കെ അടക്കാണ്ട് ചേട്ടാ കുറെ യൂട്ടണങ്ങളൊക്കെ അടച്ചിടണം. അല്ല ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അതോറിറ്റി മോണിറ്റർ ചെയ്ത് പ്രശ്നം പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും തീരാൻ പോവാത്തൊരു പ്രശ്നമാണ്. ഇപ്പം ഞാനൊരു ദിവസം സീബ്ര ലൈനിൽ ഇങ്ങനെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഞാനത് നോക്കിയിരുന്നപ്പോൾ സീബ്ര ലൈനിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ബസ്സും കാറും ഓട്ടോറിക്ഷയും സൈക്കിളും 2 വീലറും എല്ലാം ഈ സീബ്ര ലൈനിലിട്ട് ഞാൻ നോക്കാൻ നേരത്ത് ട്രാഫിക് SI അതിനകത്തിരുന്ന് കുളിരുണ്ട്, ക്യാബിനകത്തിരുന്ന് കുളിരൊക്കെ കൊള്ളും. ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് കുളിര് കൊള്ളാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ശമ്പളം തന്നെ ഇത്, എനിക്കതിൽ കൂടെ നടന്നോളാം വഴിയൊരുക്കാൻ പറഞ്ഞു. ഇറങ്ങിയൊന്ന് കഴിഞ്ഞിട്ട് എനിക്കറിയാവുന്ന പോലെ സാർ വഴിയൊക്കെ ഒരുക്കി തന്ന് അവിടെ തടഞ്ഞു നിർത്തി. ഞാൻ ഒന്നപ്പുറത്തേക്ക് പറയുമ്പോൾ പുള്ളി വീണ്ടും ക്യാബിൽ പോയിരിക്കും. ഞാൻ വീണ്ടും ചെന്നു. പിന്നെ ക്യാബിൻ്റെ അവിടെ പോയിരുന്നു വർത്താനുണ്ട്. അപ്പോൾ പുള്ളി പറയാം ഇപ്പം ജഡ്ജി വരും. ഇപ്പോൾ വയർലെസ്സിൽ കൂടെ ഇൻഫർമേഷൻ കൊടുക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആ സ്പോട്ടിൽ അന്നേരം പോവുക. വയർലെസ്സിൽ കൂടെ ഇൻഫർമേഷൻ വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് വരുന്നുണ്ട്. അപ്പോൾ സിഗ്നലിലേക്ക് കംപ്ലീറ്റ് ഓപ്പൺ. അപ്പം നിങ്ങൾ നോക്കണം, അന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇവിടെ നിന്ന് നിങ്ങൾ പാലാരിവട്ടം പാസ് ചെയ്യണമെങ്കിലുള്ള സമയം നിങ്ങൾ ആലോചിക്കണം. ചൊവ്വാഴ്ച നടക്കൂല. ആ സമയത്ത് ഇവിടെ നിന്നൊരു VIP അങ്ങോട്ട് പോകണമെങ്കിൽ ആ റോഡിൽ ബ്ലോക്ക് ഉണ്ടാവും. എന്താ എല്ലാ ദിവസവും ഒരേപോലെ അല്ലേ? ചൊവ്വാഴ്ച ഏറ്റവും ബ്ലോക്കുള്ള ദിവസം ചൊവ്വാഴ്ചയാണ്. അന്ന് ബ്ലോക്കില്ലല്ലോ. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കണതും ആരാ? ബ്ലോക്ക് ഉണ്ടാക്കുന്നതും ഉദ്യോഗസ്ഥനാണ്, ബ്ലോക്ക് മാറ്റുന്നതും ഉദ്യോഗസ്ഥർ തന്നെ. കൃത്യമായിട്ടുള്ള മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം തീർന്ന് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ദേശീയ ഹൈവേ, നമ്മൾ കൊച്ചി സിറ്റിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ബസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ ഹൈവേയിൽ കുറേ ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ട് പറഞ്ഞു ഓട്ടോറിക്ഷ കയറാൻ പാടില്ല, 2 വീലർ കയറാൻ പാടില്ല, ഞങ്ങളെന്താ ടാക്സ് അടയ്ക്കുന്നവരല്ലേന്ന് ചോദിച്ചു. ശരിക്കും കയറാൻ പാടില്ല. അറിയാവോ? ശരിക്കും കയറാൻ പാടില്ല. ലോകത്ത് ഒരിടത്തും കയറ്റില്ല. എക്സ്പ്രസ് വേയിലില്ലേ, മുംബൈയിൽ നിന്ന് അല്ല പൂനെയിൽ നിന്ന് മുംബൈക്കുള്ള എക്സ്പ്രസ് വേ, അതിനകത്ത് പത്മിനി പോലെയുള്ള വണ്ടികൾ, അംബാസഡർ പോലെയുള്ള വണ്ടികൾ അതിനകത്ത് ഇപ്പോഴും കയറ്റൂല്ലോ. കാരണം ഒരു റോഡിൽ ഒരു വേഗപരിധി ഉണ്ട്. അതായത് 90-60 ആണെങ്കിൽ മിനിമം വേഗത 60 ആയതുകൊണ്ടാണ് നിങ്ങളോട് 60 കിലോമീറ്ററിൽ പോകുന്ന വാഹനങ്ങൾ ആ ട്രാക്കിൽ കൂടെ പോകണമെന്ന് പറയുന്നത്, ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ. അതിന് മുകളിൽ വേഗതയുള്ള വാഹനങ്ങളാണ് റൈറ്റ് ട്രാക്ക് പിടിച്ച് പോകേണ്ടത്. ഇവിടെ 60 കിലോമീറ്ററിൽ പോകണവൻ റൈറ്റ് ട്രാക്ക് പിടിക്കും, എന്നിട്ട് 100 കിലോമീറ്ററിൽ പോകണവൻ അടുത്ത ട്രാക്കിൽ കൂടെ പോകണം. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഒരു ബൈക്ക് അവിടെ U-turn എടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് വിട്ടു പട്ടയെന്ന് പറഞ്ഞൊരു ഇടിച്ച് അപ്പുറത്ത് പോയിട്ട് കിട്ടക്ക്. അറിയോ യൂട്ടണൊക്കെ പെട്ടെന്ന് കാണണേ അപ്പം തന്നെ നിങ്ങൾ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം മിനി കഴിഞ്ഞ ദിവസം ഞാനിതിലെ പത്തടിപ്പാലത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു ഇന്നോവ രാത്രിയാണ്, ഒരു 10-10:30 മണിക്ക് ഞാനിങ്ങനെ ഓടിച്ചു വരുന്നു. ഇന്നോവ ഇങ്ങനെ പുറകോട്ട് വരുക, റിവേഴ്സ് വെച്ച് പുറകോട്ട് വരുക. സെയിം ട്രാക്കിൽ ഞാൻ വന്നി ഇവൻ പുറകോട്ട്. എന്നാൽ ലൈറ്റ് കത്തണ്ടേ? ഇതൊന്നുമില്ല, അതിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പം നമ്മുടെ കാഴ്ചപ്പാടെന്താ? അവിടുത്തെ വണ്ടി അവിടെ കിടപ്പുണ്ട്, നമ്മൾ റൈറ്റ് ട്രാക്കിൽ സ്ലോ ട്രാക്കിലാണ് പോണത്. അന്ന് ഇവൻ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ട്രാക്ക് പിടിച്ച് പോകാൻ പറ്റും. ഇവനും പതിയ. ഞാൻ വന്ന വരവിന് ഞാൻ അങ്ങനെ തന്നെയല്ലേ, വണ്ടിക്ക് ക്രൂസ് കൺട്രോളല്ലേ, ഞാനിങ്ങനെ അങ്ങനെ കയറി അങ്ങനെ ചെല്ലാൻ നിൽക്കട്ടെ. ഇനോ പുറകോട്ടാണ് വന്നത്. ഞാനെന്ത് ചെയ്യാറുണ്ട്, ചവിട്ട് നിർത്തി. അവനതൊന്നും ഒരു പ്രശ്നമല്ല. ആര് ചത്താലും വേണ്ടൂല, ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടൂല, എനിക്ക് എൻ്റെ കാര്യം നടക്കും. പിന്നെ ചില ആൾക്കാരുണ്ട് ഇത് വെള്ള വരയില്ലേ, അത് നടുക്കാണ്ട് വര എണ്ണിക്കൊണ്ട് നടുക്ക് വെച്ച് 2 വീലർ അവര് നടുക്ക് വെച്ച് ഓടിക്കോളൂ. ഒരാൾ സൈഡിൽ ഓടിക്കും. ശരിക്കും അറിയാൻ പാടില്ല, അറിയാൻ പാടില്ല എന്നിട്ടല്ല. ശരിക്കും നമ്മുടെ
എടപ്പള്ളിയിലൊക്കെ ലൈൻ ട്രാഫിക് ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ട്രാഫിക് സ്റ്റേഷനിൽ പോയിരുന്നിട്ട് എസ്ഐനോടൊക്കെ ചോദിച്ചു, എന്താ ഞാൻ ലൈൻ ട്രാഫിക്കിൻ്റെ പേപ്പറൊക്കെ എടുക്കുക, നമുക്ക് നടപടി എടുക്കാം. നീ ഒന്ന് വീണ്ടാണ്ടിരാണ്, നീ അത് പറഞ്ഞ് നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് വേണം ഇനി അടുത്ത വരാൻ ഇത് പോ. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കൃത്യമായിട്ടൊരു അതോറിറ്റിയും ഇത് നടപടി ഉണ്ടാവാഞ്ഞിട്ടല്ല, നടപടി എടുക്കാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ പുറത്ത് നടക്കുന്ന വലിയ കച്ചവടങ്ങളുണ്ട്. 100, 200, 500 കോടിയുടെ കച്ചവടങ്ങളുണ്ട്. അറിയാവോ നിങ്ങൾക്ക്? കേരളത്തിൽ ഞാൻ കണക്ക് പറഞ്ഞുതരാം. 2008 മുതൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാഹന അപകടം ഉണ്ടാവുന്നതും മരണപ്പെടുന്നത്. ഇന്ത്യയിൽ കേരളത്തിലാണ് ഒരു വർഷം അപകടം ഉണ്ടാവുന്ന 25,000 വാഹനങ്ങളും 6,000 മുതൽ 5,000 വരെയുള്ള കണക്കിൽ ആളുകൾ മരണപ്പെടുന്നു. കുഴികളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഇതിൽ നിന്ന് കിഡ്നി കച്ചവടം, ഇൻഷുറൻസ് തട്ടിപ്പ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കോ. ഇവിടെ എനിക്കറിയാവുന്ന പല കോടതികളിലായിട്ട് പല കേസുകളും നിൽപ്പുണ്ട് ഇൻഷുറൻസ് തട്ടിപ്പ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ട് ഓഫ് ദ ഡീഡാണ് ഇവിടെ നടക്കണം. അപ്പോൾ ഉദ്യോഗസ്ഥന് കിട്ടും, എല്ലാവർക്കും ഇതിൻ്റെ പങ്കുണ്ട്. ഇനി ഇപ്പം ഞാൻ റോഡിൽ വീണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയും, ദേ മോൻ ഇത്രയും നാളൊക്കെ ജീവിച്ചല്ലേ, ഇനി ബാക്കിയുള്ളവൻ അവൻ്റെ ഹൃദയം കൊണ്ട് കൊടുത്താലോ, ആ കരൾ നമുക്ക് അവിടെ തന്നെ കൊടുത്താലോ, അവനൊരു അയ്യോഭാവം കൊടുത്താലോ. ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന കച്ചവടങ്ങൾ വേറെ. എന്നിട്ട് മലയാള മനോരമയിലും മറ്റേ മാതൃഭൂമിയിലൊക്കെ റോഡിൽ അടിയന്തര സാഹചര്യത്തിൽ മരണപ്പെട്ട് ഇന്ന ഭാഗം ഇന്നവർക്കൊക്കെ അവയവദാനം നടത്തി അത് പ്രമോഷൻ ചെയ്തോ. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ചട്ടം. പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്, രഹസ്യമായിട്ട് ചെയ്യണം. ഇവിടെ പരസ്യമാക്കുക. നിങ്ങൾ ഈ കിഡ്നി അടക്കമുള്ള സാധനങ്ങൾ ഞാൻ ലൈവ് ഞാൻ കണ്ടതാണ്. ലൈവ് നിന്നിട്ട് ഒരാളോട് കച്ചവടം പറയുക 6-7 ലക്ഷം രൂപയ്ക്ക്. ലൈവ് നിന്നിട്ട് അന്ന് ഞങ്ങൾ അലർട്ട് എടുത്തതിന് ക്യാമറ അടക്കം കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഫുള്ളും ക്യാച്ച് അതിൻ്റെ വിഷ്വൽസ് അടക്കം ഇപ്പോഴും എൻ്റെ വക്കീലിൻ്റെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടാണ് ഇവിടെ ഡീഡ്. അതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. പല അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുണ്ട്, നല്ല ഉദ്യോഗസ്ഥരുമുണ്ട്. അവർ ഞങ്ങൾ റോഡിലിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പരിധി വരെയുള്ള അപകടങ്ങൾ കുറച്ച് നല്ല രീതിക്ക് സുഖമായിട്ടുള്ള യാത്ര ഒരുക്കി തരും. എന്താണ് ചില സാറന്മാരെ ഇപ്പോൾ പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്, പഴയ തപ്പാനകളല്ല, പുതിയ എസ്ഐമാർ വന്നിട്ടുണ്ട്. അവർ നമ്മളോട് മോശമായിട്ട് ഒരിക്കലും പെരുമാറില്ല. ഉണ്ടോ? ഒരിക്കലും മോശമായിട്ട് പെരുമാറും. അത്ര അവർക്ക് പറ്റിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അവർ വഴിയൊരുക്കണം കണ്ടിരുന്നത്. നിങ്ങൾ അടിപൊളിയാണ്. ദീർഘവീക്ഷണത്തോടെയാണ് അവർ പെരുമാറുന്നത്. ഐഡിയ അതേപോലെ തന്നെയാണ് ഒരു 2005 മുമ്പ് 2000-2005 വരെയുള്ള പോലീസുകാരുടെ അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെയാണ്. അതൊരു ഐഡിയ വേണം, ദീർഘവീക്ഷണവും വേണം. നാളെ എന്ത് എന്ന് പറയുമ്പോൾ അതും കൂടി വേണം. അപ്പം അതങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. സിഗ്നലൊക്കെ ചില സാറുമാർ നല്ല ഐഡിയകൾ സാറുമാരുണ്ട്. അവരൊക്കെ ബ്ലോക്കില്ല. നമ്മൾ ഒരു സാറുമാർ അങ്ങോട്ട് പോകുമ്പോൾ കാണാം, പിന്നെ ഈ സാറാണ്ട ബ്ലോക്ക് ഉണ്ടാവില്ല. അത് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. അത് സ്വാഭാവികം മാത്രമാണ്. ഇതിനകത്തൊരു കോർഡിനേഷൻ ഇല്ല. MVD, പോലീസ്, പിന്നെ PWD, അങ്ങനെ എല്ലാ വിഭാഗത്തെയും കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഇന്ന സ്ഥലത്തെ ഗതാഗതക്കുരുക്കിന് എന്ത് പരിഹാരം. MLA ഉണ്ട്, MP ഉണ്ട്, എല്ലാവരും ഉണ്ട്, കളക്ടർ അടക്കമുണ്ട്. അവിടെ എന്നെ കമ്മിറ്റിയിലെടുക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നടക്കൂല ബോസ്കോ, ഇനി അത് എടുക്കൂല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഓക്കെ ശരി, താങ്ക് യു.